യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. അനേക അനുഭവങ്ങളുമായി ബന്ധപ്പെട്ട് ജീവിതത്തിലുണ്ടായ സന്തോഷത്തെക്കുറിച്ച് വിശുദ്ധ വേദപുസ്തകം സാക്ഷിക്കുന്നുണ്ട്. ഗബ്രിയേൽ ദൂതൻ്റെ അരുളപ്പാടിനെ തുടർന്ന് തൻ്റെ ചർച്ചക്കാരിയായ എലിശബത്തിനെ കാണുവാൻ മറിയ ചെല്ലുമ്പോൾ എലിശബത്തിൻ്റെ ഉള്ളിൽ ഉരുവായിരുന്ന പിള്ള ആനന്ദം കൊണ്ട് തുള്ളി. ലൂക്കോസ് 1:41. അതായത് യേശുവിൻ്റെ അമ്മയെ കണ്ടതിൽ ഉള്ള സന്തോഷമാണ് ഗർഭത്തിൽ കിടന്ന് പിള്ള തുള്ളുവാനുള്ള കാരണം. ഇരുട്ടിൽ നടന്ന് ജനം കണ്ട വലിയ വെളിച്ചം അവരെ കൊയ്ത്തുകാലത്തിൽ അനുഭവമാകുന്ന സന്തോഷം പോലെയും കൊള്ള പങ്കിടുമ്പോൾ ആനന്ദിക്കുന്നത് പോലെയും ഉള്ള സന്തോഷത്തിലേക്ക് നടത്തി എന്ന് യെശയ്യാ 9:3 വായിക്കുന്നുണ്ട്. ഭൂമിയുടെ ഫലസമൃദ്ധിയിൽ ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ച് സങ്കീർത്തനം 104:15 നക്ഷത്രത്തെ കണ്ടതുകൊണ്ട് വിദ്വാന്മാർക്കുണ്ടായ സന്തോഷത്തെക്കുറിച്ച് മത്തായി 2:10 വായിക്കുന്നു. യേശുവിൻ്റെ തിരു അവതാരത്തിൽ കൂടി സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള സന്തോഷത്തെക്കുറിച്ച് ലൂക്കോസ് 2:10 ദൈവദൂതൻ മറിയോട് പറയുന്നതായി വായിക്കുന്നു. ഒരു ദൈവവൈതലിനെ സംബന്ധിച്ചിടത്തോളം ഇഹലോക ജീവിതത്തിന് ശേഷം ദൈവം നൽകുന്ന നിത്യഭവനത്തെക്കുറിച്ചുള്ള പ്രത്യാശ അതിരറ്റ സന്തോഷമാണ് പ്രദാനം ചെയ്യുന്നത്. കർത്താവ് നൽകുന്ന സന്തോഷം ലോകം തരം സന്തോഷത്തെക്കാൾ വലിയ സന്തോഷമാണ്. ദൈവസ്നേഹത്തെക്കുറിച്ചും നാം തമ്മിൽ സ്നേഹിക്കേണ്ടതിനെക്കുറിച്ചും അതിൽ കൂടി നമുക്ക് ലഭിക്കുന്ന സന്തോഷത്തെക്കുറിച്ചും പറഞ്ഞിരിക്കുന്ന തിരുവചനമാണ് 1 യോഹന്നാൻ 4:7 മുതലുള്ള വാക്യങ്ങൾ. ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഉദാഹരണമാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം. ദൈവം മനുഷ്യനായി ഭൂമിയിൽ ജന്മം എടുത്തതുകൊണ്ടാണ് സ്നേഹം വെളിപ്പെടുത്തിയത്. സ്നേഹം ദൈവികമാണ്. ദൈവസ്നേഹത്തിൽ വ്യാജമില്ല. എല്ലാവരെയും ഉൾക്കൊള്ളുവാൻ ദൈവസ്നേഹത്തിന് കഴിയും. ദൈവസ്നേഹത്തിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും ആർക്കും അളക്കുവാൻ കഴിയില്ല. ദൈവിക സ്നേഹത്തിലാണ് ഈ പ്രപഞ്ചം തന്നെ നിലനിൽക്കുന്നത്. പ്രകൃതിയിലെ സകല ജീവജാലങ്ങളും ഈ സ്നേഹത്തിൻ്റെ മാധുര്യം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് വാസ്തവം. നമ്മിലുള്ള ദൈവസാന്നിധ്യബോധം ദൈവസ്നേഹത്തിൽ വസിപ്പാൻ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് ന്യായവിധി ദിവസത്തിൽ ഭയപ്പെടേണ്ടതില്ല. സ്നേഹത്തിൽ വസിക്കുന്നവർക്ക് വരുവാൻ്റെ ന്യായവിധി ദിനത്തെയും ക്രിസ്തുവിൻ്റെ വരവിനെയും ഓർത്ത് ലജ്ജിക്കാതെ സന്തോഷിപ്പാൻ കഴിയും. സ്നേഹത്തിൽ വസിക്കുന്നവർ ക്രിസ്തുവുമായി അനുഭവപ്പെടുന്നു. സ്നേഹിക്കുന്ന ക്രിസ്തു തികഞ്ഞ സ്നേഹം നമുക്ക് നൽകുന്നു. ക്രിസ്തു നമ്മെ ആദ്യം സ്നേഹിച്ചതുകൊണ്ട് നാം തമ്മിൽ സ്നേഹിക്കണം. ഇത് നിർബന്ധത്താൽ ഉണ്ടാകേണ്ടതല്ല. പിന്നെയും ദൈവം നമ്മെ സ്നേഹിച്ചതുകൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയണം. നമുക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നാം ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിത്തീരും. സ്നേഹം നഷ്ടപ്പെടുമ്പോൾ ശത്രുത വർദ്ധിക്കും. ശത്രുത നമ്മിലുള്ള സന്തോഷത്തെയും നഷ്ടപ്പെടുത്തി കളയും. അതുകൊണ്ട് ക്രിസ്തു നൽകിയ സ്നേഹത്തെ അനുഭവമാക്കിക്കൊണ്ട് സമസൃഷ്ടങ്ങളെ സ്നേഹിക്കുന്നതിൽ കൂടി ലഭിക്കുന്ന സന്തോഷത്തിൽ നമുക്ക് നിലനിൽക്കാം. ആർക്കാണ് സന്തോഷം ലഭിക്കുന്നത്? കർത്താവും ശമരി സ്ത്രീയും തമ്മിലുള്ള സംഭാഷണമാണ് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം. യഹൂദന്മാർ യെരൂശലേമിലും ശമരിയർ മലയിലും ദൈവത്തെ ആരാധിച്ചു വന്നു. കർത്താവ് ശമരി സ്ത്രീയോട് പറഞ്ഞു, ദൈവത്തെ ആരാധിക്കുന്നത് ആ മലയിലും അല്ല, യെരൂശലേമിലും അല്ല. പിന്നെയോ ആരാധന സത്യത്തിലും ആത്മാവിലും ആയിരിക്കണം. അവർ ശരിയായ രീതിയിൽ ആരാധിച്ചിരുന്നില്ല എന്നതുകൊണ്ടാണ് കർത്താവ് ഇങ്ങനെ പറഞ്ഞത്. അവരുടെ ആരാധന തെറ്റായ രീതിയിൽ ആയിരുന്നു. അതിന് 3 കാരണങ്ങളുണ്ട്. ഒന്ന്, സ്വന്തമായി മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ അവർ ആരാധിച്ചു. ഈ ആരാധന പലപ്പോഴും ആരാധനയുടെ ഒരു ഭാഗം മാത്രം ഉൾക്കൊണ്ടുകൊണ്ട് അതുമാത്രമാണ് ശരിയെന്ന് കരുതി
പൂർണ്ണമായതിനെ തിരസ്കരിച്ചുകൊണ്ടുള്ള ആരാധനയായിരുന്നു. 2. അജ്ഞതയിൽ നിന്ന് ഉടലെടുക്കുന്ന ആരാധന. അഥേനയിൽ അജ്ഞാതദേവൻ എന്നെഴുതിയ വേദിക്കല്ലിൽ ദേവനെ മനസ്സിലാക്കാതെ നടത്തുന്ന ആരാധന എന്ന് അപ്പോസ്തലപ്രവൃത്തി 17:23 പറയുന്നുണ്ട്. ഇന്നത്തെ പല ആരാധനകളും ദൈവത്തെ അറിയാതെയുള്ള ആരാധനയാണ്. 3. അന്ധവിശ്വാസത്തിൽ നിന്ന് ഉടലെടുക്കുന്ന ആരാധന. ഈ ആരാധനകളൊന്നും തന്നെ യഥാർത്ഥ സന്തോഷം നൽകുന്നില്ല. ശമര്യസ്ത്രീ യഥാർത്ഥ ആരാധനയ്ക്ക് യോഗ്യനായവനെ കണ്ടെത്തി. അത് അവൾക്കും പട്ടണത്തിൻ്റെ ജനത്തിനും സന്തോഷം നൽകി. ആരാധനയ്ക്ക് യോഗ്യനായ ക്രിസ്തുവിനെ കണ്ടെത്തിയ ശമര്യസ്ത്രീയിൽ ഉണ്ടായ സന്തോഷം ഉന്നതമായിരുന്നു. അങ്ങനെയെങ്കിൽ യേശുവിനെ ജീവിതത്തിൽ യഥാർത്ഥമായി കണ്ടെത്തി അവനെ ആരാധിക്കുന്നവരിലാണ് യഥാർത്ഥ സന്തോഷം അനുഭവം ആകുന്നത്. കർത്താവേ, നിന്നെ പൂർണ്ണമായി അനുഭവിച്ച് ആരാധിക്കുന്നതിൽ കൂടി ലഭിക്കുന്ന സന്തോഷത്തിൽ എന്നും നിലനിൽപ്പാൻ എന്നെയും സഹായിക്കണമേ. ആമേൻ.